ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. യു എസ് ഇറാൻ ഇഷ്യൂസ് എല്ലാം തന്നെ വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിച്ചു. ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. ഇതായിരുന്നു നമ്മൾ അവസാനം കണ്ട ഒരു കാഴ്ച. ഇന്നലെ നമ്മൾ റീല് ചെയ്തിരുന്നു അതിനെക്കുറിച്ചിട്ട്. അതായത് യു എസ് ഇറാൻ റഡാർ കേന്ദ്രങ്ങളെ ആക്രമിച്ചു. ഇറാൻ കുവൈത്തിലെയും ബഹ്റിലെയും യു എസ് സൈനിക താവളങ്ങളെ ആക്രമിച്ചു എന്നുള്ളൊരു ഭീതിപ്പെടുത്തുന്ന ഒരു ന്യൂസായിരുന്നു. പക്ഷേ ഇന്ന് അതിനൊരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ഇനി ഫർദറായിട്ടൊരു അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിലെത്തി എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ ബീറിഷായ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഗ്യാപ്പ് ഡൗൺ സിനാരിയോയിലല്ല ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. നേരെ മറിച്ച് യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളൊരു പോസിറ്റിവിറ്റി ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഇതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ 60 ദിവസത്തെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത സമയത്ത് പ്രത്യേക സെൽസ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലെബനാൻ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സമിതി, ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് ചർച്ച ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സമിതി, ഇറാൻ്റെ ഫ്രീസ് ചെയ്ത ഫണ്ടുകൾ അൺഫ്രീസ് ചെയ്യാനായിട്ട് പ്രത്യേക സമിതി, ഇതുപോലെയുള്ള സ്ട്രൈറ്റ് ഓഫ് ഹോർമസിലെ ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് ഒരു പ്രത്യേക സമിതി. അപ്പോൾ ഒരു കാര്യം മറ്റ് കാര്യങ്ങളായിട്ട് ക്ലാഷ് ആകാതിരിക്കാനായിട്ട് ഉള്ള പ്രത്യേക സമിതികൾ, സെൽസ് എല്ലാം തന്നെ രൂപീകരിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാവണം ഓരോ ഇഷ്യൂസും വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് രമ്യതയിൽ ആവുന്നത്. ഈ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിനേക്കാൾ മുമ്പാണെങ്കിൽ ഇതൊരു വലിയൊരു യുദ്ധത്തിലേക്ക് പോയേക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആ പ്രത്യേക സമിതി മാത്രം ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂസിനെ കൈകാര്യം ചെയ്യുന്നു, അത് പരിഹരിക്കുന്നു എന്ന നിലയിലേക്ക് എത്തി. എനിവേ, ആ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ പ്രധാന ഈവൻറ്റുകളൊന്നും തന്നെ ഇല്ല. എന്നാൽ യു എസ് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈവൻ്റ് ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം അവിടെ ഹോളിഡേ ആണ്, മാർക്കറ്റ് അവധി. കൂടാതെ തന്നെ യു എസിൽ നിന്ന് ജോബ് ഡേറ്റ വരുന്നുണ്ട്, നോൺ ഫാം പേറോൾ ഡേറ്റ വരുന്നുണ്ട്, ജോബ് റിപ്പോർട്ട് വരുന്നുണ്ട്, ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ എല്ലാം തന്നെ വരുന്നുണ്ട്. അവിടുന്ന് ഫാക്ടറി സെയിൽസ് വരുന്നുണ്ട്. നമ്മളെ നോക്കുകയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വരും. ഇതാണ് ഈ പ്രധാന ഈവൻ്റ് എന്ന് പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,457, സിൽവർ 58, ബിറ്റ് കോയിന് 59,000 ബ്രൻ്റ് ഓയിൽ 73, 1% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ നാച്ചുറൽ ഗ്യാസും 2% സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റി ഫ്യൂച്ചറിനോ ഗിഫ്റ്റ് നിഫ്റ്റിക്കോ ഡോ ഫ്യൂച്ചറിനോ നാസ്ഡാക്ക് ഫ്യൂച്ചറിനോ ഓസ്ട്രേലിയ കൊറിയൻ മാർക്കറ്റുകൾക്കൊന്നും തന്നെ വലിയ പ്രശ്നമില്ല. കൊറിയൻ മാർക്കറ്റ് 1.5% ഇടിഞ്ഞിട്ടുണ്ട്. എങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ മാർക്കറ്റ് പോകുന്നുണ്ട്. എപ്പോഴാണ് യു ടേൺ ആകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക, യുദ്ധസമയമാണ്. ഇനി ഈ വർഷത്തെ ITR ഫയൽ ചെയ്യാനായിട്ടുള്ള സമയമായി. ട്രേഡ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ട് ITR ഫയൽ ചെയ്യുക. ലോസ് ആണെങ്കിലും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. പ്രോഫിറ്റായ ആളുകളും നിർബന്ധമായിട്ട് തന്നെ ചെയ്യണം. കാരണം നമുക്കറിയാം, നമുക്ക് ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എല്ലാം തന്നെ കൊടുക്കണം. സ്പെക്കുലേറ്റീവ് ഇൻകം അങ്ങനെയുള്ള ബിസിനസ് ഇൻകം ഓപ്ഷൻസിൻ്റെ ആളുകൾക്ക് അത് കൊടുക്കണം. ഫയൽ ചെയ്യണം. കൊടുക്കണം എന്നുള്ളത് സെക്കൻഡറി. ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്ര ടാക്സ് കൊടുക്കണം വേണ്ടിയെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ടാക്സിൻ്റെ ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഡീറ്റെയിലുകളെല്ലാം തന്നെ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ കൊടുക്കുക. സംശയം ചോദിക്കാനായിട്ട് കൊടുക്കേണ്ട. ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് അറിയാലോ, ഞാൻ ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട്, ഫയൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൊടുക്കുക. ഇനി സ്റ്റോക്കുകളിൽ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ട്രാൻസൈൽ ലൈറ്റിംഗ് കമ്പനി, അവർക്ക് ഒരു 1000 കോടി രൂപയുടെ 457 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ടോട്ടൽ ഓർഡർ 1000 കോടി രൂപയായിട്ടുണ്ട്. പെർസിസ്റ്റൻസ് സിസ്റ്റം, അവർ നഗ്രോ SE എന്ന് പറഞ്ഞൊരു കമ്പനീനെ അക്വയർ ചെയ്തു എന്നുള്ള ന്യൂസ്. അദാനി പോർട്ട് കമ്പനി, S&P ഗ്ലോബൽ അദാനിയുടെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് 370 കോടി രൂപ ഇവരുടെ ഗോദ്രേജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസ്. അദാനി പോർട്ട് കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ന്യൂസുണ്ട്. കമ്പനി 20,000 കോടി രൂപ മുടക്കി കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഏതർ എനർജി കമ്പനി
ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. ജുബിലൻറ്റ് ഫാർമ കമ്പനിയുടെ പുതിയൊരു മെഡിസിന് യു എസിൽ നിന്ന് അംഗീകാരം കിട്ടി എന്നുള്ള ന്യൂസ്. ഇൻഡോ റെമഡി കമ്പനിയുടെ ഒരു മെഡിസിൻ പ്രിമൈസസിൽ ഗോവ അതോറിറ്റി ഗോവ പ്ലാന്റിൽ യൂറോപ്യൻ യൂണിയൻ്റെ അതോറിറ്റി കിട്ടി അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടി എന്നുള്ള ന്യൂസ്. വിക്രൻ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് മഹാരാഷ്ട്ര സോളാർ EPCയിൽ നിന്ന് ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസുണ്ട്. വലിയ ഓർഡറാണ്, 3517 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. വൈകിട്ട് കാണാം. അപ്പോൾ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഉണ്ട്, ഫില്ല് ചെയ്യുക. താങ്ക് യു ഓൾ.